തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പിന്നാലെ പാർട്ടിയുടെ ശക്തി വീണ്ടെടുക്കാൻ കോൺഗ്രസിൽ പുതിയ തീരുമാനം. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് സമിതി രൂപീകരിക്കാനാണ് ആലോചന. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഉദയ്പൂർ സമ്മേളനത്തിലെ തീരുമാനം നടപ്പാക്കാൻ ധാരണയായത്. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് മാറ്റങ്ങൾക്കൊരുങ്ങുന്നത്? എന്താണ് ഇപ്പോഴത്തെ പുതിയ നീക്കം? ഉദയ്പൂരിൽ ചേർന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പുകൾ മേൽനോട്ടം വഹിക്കാനും തെരഞ്ഞെടുപ്പുകളിൽ തന്ത്രങ്ങൾ ഒരുക്കാനുമൊക്കെയായി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് സമിതി രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. ഏതായാലും അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അത് വേഗത്തിൽ നടപ്പാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ദേശീയ തലത്തിൽ ഇലക്ഷൻ മാനേജ്മെന്റ് സമിതി രൂപീകരിക്കുക, അതിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അടുത്ത വർഷം കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതായിരിക്കും ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ സമിതിയുടെ നേതൃത്വത്തിലേക്ക് ആരെ തീരുമാനിക്കണം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ രൂപം ആയിട്ടില്ല. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കൾ ഈ സമിതിയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചത് ആദ്യത്തെ ലക്ഷ്യം എന്നത് രാജ്യത്താകെയുള്ള 800 DCCകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ്. അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഏതായാലും പാർട്ടിയെ അടിമുടി ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് സമിതി എന്നൊരു ആലോചനയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്.